ആദ്യ വോട്ട് തന്നെ തനിക്ക് ചെയ്തതിന്റെ സന്തോഷം 72കാരനായ ചവറ സുരേന്ദ്രൻ പിള്ളയുടെ മുഖത്ത് ഇപ്പോഴും കാണാം. 1977 നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച ചവറ തോട്ടിനുവടക്ക് സ്വദേശി സുരേന്ദ്രൻ പിള്ള ഇന്ന് വിശ്രമ ജീവിതത്തിലാണ്. പൊതുവിതരണ വകുപ്പിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം ഇന്ന് രാഷ്ട്രീയ രംഗത്ത് ഇല്ല. ചവറ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായി നടന്ന 1977 5ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് വിജയപ്രതീക്ഷകളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചവറ സുരേന്ദ്രൻപിള്ള ഇറങ്ങിയത്. നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സുരേന്ദ്രൻപിള്ള. ചിഹ്നം ഉദയസൂര്യൻ. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വോട്ടാണ് എനിക്കായി തന്നെ ഞാൻ ഉപയോഗിച്ചത്. 1977 അന്ന് 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം. ഇന്നത് 18 വയസ്സാണ്. അന്ന് 21 വയസ്സ് വോട്ടിംഗ് പ്രായവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ 25 വയസ്സും ഉണ്ടാവണം. കന്നിയോട്ട് അത് സാധാരണയാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക അവസരമാണ്. ആ കന്നിയോട്ട് എനിക്ക് തന്നെ ഉദയസൂര്യൻ അടയാളത്തിൽ, എൻ്റെ ചിഹ്നം ഉദയസൂര്യനായിരുന്നു. ആ ഉദയസൂര്യൻ അടയാളത്തിൽ തന്നെ എനിക്ക് തന്നെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി എനിക്കുണ്ട്. കോൺഗ്രസ്, CPI, RSP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, NDP എന്നിവയുടെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണിയും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയും തമ്മിലായിരുന്നു അന്ന് പ്രധാന മത്സരം. അന്ന് 1977 ശ്രീ ബേബി ജോൺ ആയിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി. അന്ന് UDF-ൽ കോൺഗ്രസും RSPയും CPI-യും NSS-ന്റെ NDP-യും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു ഐക്യമുന്നണി. NDP നേതാവായിരുന്ന സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് ലഭിക്കാത്തതിനാലാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ചത്. ഞാൻ നേരത്തെ NDPയുടെ നേതാവായിരുന്നു. NDPയുടെ വിദ്യാർത്ഥി വിഭാഗം രൂപീകരിച്ചത് ഞാനായിരുന്നു. അതിൻ്റെ യുവജന വിഭാഗവും NDP ഐക്യമുന്നണിയോട് ചേർന്നപ്പോഴേ അതിലൊരു സീറ്റ് എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ തരാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇലക്ഷനെ നേരിട്ടത്. RSP നേതാവായിരുന്ന ബേബി ജോൺ ആയിരുന്നു ഐക്യമുന്നണി സ്ഥാനാർത്ഥി. CPM ആകട്ടെ പിന്തുണച്ചത് സ്വതന്ത്രനെയും. സുരേന്ദ്രൻപിള്ള ഉൾപ്പെടെ 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. ബേബി ജോണിനെതിരെ മറ്റു പാർട്ടിക്കാർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനില്ലായിരുന്നു. എല്ലാവരും സ്വതന്ത്രർ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് ഞാനും ഇലക്ഷനെ നേരിട്ടത്. എല്ലാ പഞ്ചായത്തുകളിലും രാമൻകുളങ്ങര ഭാഗത്തും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഉദയസൂര്യന് വേണ്ടി സുരേന്ദ്രൻപിള്ള പ്രചാരണ രംഗത്ത് സജീവമായി. അന്ന് വോട്ടിംഗ് പ്രായം 21 വയസ്സും മത്സരിക്കാനുള്ള പ്രായം 25 വയസ്സുമായിരുന്നു. കന്നി വോട്ടറായ സുരേന്ദ്രൻപിള്ളയ്ക്ക് മത്സരിക്കാനുള്ള ആദ്യ അവസരവുമായിരുന്നു ഇത്. ഫലം വന്നപ്പോൾ ബേബി ജോൺ വിജയിച്ചു. സുരേന്ദ്രൻപിള്ളയ്ക്ക് 438 വോട്ട് ലഭിച്ചു. വോട്ട് വളരെ കുറച്ചായിരുന്നു. 0.072%. അതായത് 438 വോട്ടാണ് അന്ന് കിട്ടിയത്. പിന്നീട് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും DP-ലെന്നല്ല ഇന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ സർക്കാർ ലൈബ്രറീസ് എൻ്റെ ആദ്യത്തെ ഉദ്യോഗം പരിമല ദേവസ്വം ബോർഡ് കോളേജിലെ ലൈബ്രറിയനായിട്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.